ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും ഒരു യാത്ര പോയാലോ? സമയത്തെ അതിജീവിച്ച് ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ സഞ്ചരിക്കാൻ മനുഷ്യനെ സാധ്യമാക്കുന്ന ടൈം ട്രാവൽ എന്ന ആശയം ജനിപ്പിക്കുന്ന ജിജ്ഞാസ തന്നെയാണ് ഇതിന്റെ ജനപ്രീതിക്ക് കാരണവും. കഴിഞ്ഞുപോയ കാലത്തിലേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിച്ച് ചില തിരുത്തലുകൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരും ഭാവിയിലേക്ക് സഞ്ചരിച്ച് വരും കാലത്തെ നേരത്തെ അറിയാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഈ ആശയത്തെക്കുറിച്ച് കൂടുതലായും ചെയ്യാറുള്ളത്. എന്നാൽ ഇതെല്ലാം സാധ്യമാവുമോ? ശാസ്ത്രലോകം ടൈം ട്രാവൽ സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒട്ടേറെ മാർഗങ്ങൾ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ആശയത്തെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയ ഒരു ഗവേഷകൻ ടൈം ട്രാവലിനായി ഒരു സമവാക്യം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിലെ വസ്തുതയെന്ന്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളും മാക്സ്വെല്ലിന്റെ ഇലക്ട്രിസിറ്റി സംബന്ധിച്ച സമവാക്യങ്ങളും തമ്മിൽ ഉയർന്ന പൊരുത്തക്കേട് 1800കളിൽ ഭൗതിക ശാസ്ത്രത്തിലെ വലിയ സമസ്യയായിരുന്നു. പ്രകാശം ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണെന്നും അതിന്റെ വേഗത ഏതാണ്ട് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണെന്നും മാക്സ്വെൽ കണ്ടെത്തി. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രകാശത്തിന്റെ വേഗത അളക്കുന്നതെങ്കിൽ ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് വേഗതയുടെ മൂല്യത്തിൽ ആപേക്ഷികമായ വ്യത്യാസം വരണം. ഇതിന് വിരുദ്ധമായി സ്ഥിരസംഖ്യയാണ് പ്രകാശത്തിന്റെ വേഗതയെന്നാണ് മാക്സ്വെല്ലിന്റെ കണ്ടെത്തൽ. മാക്സ്വെൽ ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ ന്യൂട്ടന്റെ നിയമമാണ് ശരിയെന്നും മാക്സ്വെല്ലിന്റെ സമവാക്യമാണ് മാറേണ്ടതെന്നും വിശ്വസിച്ചു പോന്നവരാണ്. എന്നാൽ 1905 അവതരിപ്പിച്ച വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തത്തിലൂടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ അനുമാനം തിരുത്തിയത്. ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് സമയം സ്ഥിരമാണ്. ഈ അടിസ്ഥാന സങ്കല്പം പൊളിച്ചെഴുതുകയാണ് ഐൻസ്റ്റീൻ ചെയ്തത്. എവിടെ നിന്ന് നമ്മൾ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ച് ആപേക്ഷികമാണ് എല്ലാ കാര്യങ്ങളും. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് വ്യത്യസ്ത ഫ്രെയിം ഓഫ് റെഫറൻസിലൂടെ കാണുന്നവർക്ക് വ്യത്യസ്ത സമയത്തിൽ സംഭവിക്കുന്നതായി അനുഭവപ്പെടും. പ്രകാശത്തിന്റെ വേഗത സ്ഥിരമാണെന്നും അതിനേക്കാൾ വേഗത്തിൽ ഒന്നിനും സഞ്ചരിക്കാനാവില്ല എന്നും കൂടി ഇത് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഐൻസ്റ്റീൻ. ഇത്തരത്തിൽ ടൈം ട്രാവൽ സാധ്യമാണെന്ന് സാധൂകരിക്കുന്ന ഒട്ടേറെ കണ്ടെത്തലുകളുണ്ട്. അതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. 2018 ഇറങ്ങിയ ആൻഡ് മാൻ ആൻഡ് വാസ്പ് എന്ന ടൈം ട്രാവൽ സിനിമയിൽ ഉപയോഗിച്ച ആശയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് പറയാം. ക്വാണ്ടം കണങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്ന വിചിത്രമായ രീതിയായ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണമാണ് ഈ രംഗത്ത് ആശാവഹമായ മുന്നേറ്റം ഉണ്ടാക്കിയതെന്ന് ഗിസ്മോഡോ ന്യൂസ് ലെസ്റ്റർ അവകാശപ്പെടുന്നു. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ കൊണ്ട് വേർപെടുത്തിയാലും രണ്ട് ഉപ ആറ്റോമിക് കണങ്ങളെ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുന്ന ഒരു വിചിത്രവും വിപരീതവുമായ പ്രതിഭാസമാണ് ക്വാണ്ടം എൻറ്റാഞ്ചിൽമെന്റ്. ഭൗതിക ശാസ്ത്രത്തിൽ പ്രകാശവേഗതയിലെ കണികാചലനം പോലെയുള്ള സങ്കീർണമായ കാര്യങ്ങളെ ആൽബർട്ട് ഐൻസ്റ്റീൻ പരീക്ഷണങ്ങൾ നടത്തി വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ സൈദ്ധാന്തിക അന്വേഷണങ്ങളിലൂടെയായിരുന്നു വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. ഇത്തരമൊരു രീതിയെ അദ്ദേഹം ജർമ്മൻ ചിന്താ പരീക്ഷണത്തെ സൂചിപ്പിക്കുന്ന ജെഡാങ്കൻ എക്സ്പെരിമെന്റ് എന്ന പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് മാർഗങ്ങളൊന്ന് പരിശോധിക്കാം. ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് സാവധാനമായിരിക്കും അയാളുടെ സമയം പോകുന്നത്. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിനടുത്ത് ടൈം ഡയലേഷൻ ഉണ്ടാകുന്നു. ഇതും പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ GPS സാറ്റലൈറ്റുകളിലെ ക്ലോക്കുകളിൽ അവയുടെ സഞ്ചാര വേഗം കൊണ്ട് സമയം സ്ലോ ഡൗൺ ചെയ്യുകയും ഭൂമിയിൽ നിന്ന് ദൂരെ ആയതിനാൽ ഭൂഗുരുത്വ പ്രഭാവം കൊണ്ട് സമയം വേഗത്തിലാവുകയും ചെയ്യുന്നു. രണ്ടും ചേർന്ന് പ്രതിദിനം 38 മൈക്രോ സെക്കൻഡ് അധികം കാണിക്കുന്നുണ്ട് ഭൂമിയിലെ ക്ലോക്കുകളെ അപേക്ഷിച്ചിട്ട് ഇവ. ഈ എററുകളിൽ കൂടുതൽ തിരുത്തൽ വരുത്തിയാണ് നാവിഗേഷൻ കൂടുതൽ കൃത്യമാക്കുന്നത്. പറഞ്ഞു വരുന്നത് ബ്ലാക്ക് ഹോൾ പോലെ അതിശക്തമായ ഗ്രാവിറ്റിയുള്ള ഇടങ്ങൾക്ക് സമീപം പോയാലും ടൈം ഡയലേഷൻ സാധ്യമാണ്. സ്പേസ് ടൈമിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുവദിക്കുന്ന വോം ഹോൾസ് എന്നറിയപ്പെടുന്ന ഷോർട്ട് കട്ടുകളുണ്ട്. ഇവയിലൂടെയും ടൈം ട്രാവൽ സാധ്യമാണെന്നാണ് വയ്പ്. ഇനി നമുക്ക് പാരഡോക്സുകൾ നോക്കാം. അങ്ങനെ ശാസ്ത്രം സമയത്തിലൂടെയുള്ള സഞ്ചാരം സാധ്യമാണെന്ന് സിദ്ധാന്തങ്ങളോട് പറഞ്ഞു വെക്കുന്നു. അപ്പോഴും ഭൂതകാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തേക്ക് ഒരാൾ തിരിച്ചുപോയി അയാളുടെ മുത്തച്ഛനെ ചെറുപ്പത്തിൽ കൊലപ്പെടുത്തിയെന്നിരിക്കട്ടെ, അപ്പോൾ പിന്നെ ഭാവിയിൽ അയാൾ ജനിക്കുന്നത് എങ്ങനെയാണ്? ജനിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആൾ എങ്ങനെയാണ് തിരിച്ചുപോയി ഒരു കൊലപാതകം നടത്തുന്നത്? ഇത്തരത്തിൽ നിരവധി പാരഡോക്സുകൾ ഭൂതകാലത്തേക്കുള്ള ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട് ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ജ്യോതിശാസ്ത്രജ്ഞനായ പ്രൊഫസർ റോൺ മെൽ ടൈം ട്രാവലിനായി സമവാക്യം കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരിക്കുന്നത്. തമോ ഗർത്തങ്ങളെക്കുറിച്ചും ഐൻസ്റ്റീൻ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠനം നടത്തിയ മെല്ലറ്റ് ദശാബ്ദങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ ടൈം ട്രാവൽ ഇക്വേഷനിലേക്ക് എത്തിപ്പെട്ടുവെന്നാണ് അവകാശവാദം. ബഹിരാകാശത്ത് കാണപ്പെടുന്ന ഭീമൻ ഗർത്തമാണ് ബ്ലാക്ക് ഹോൾ അഥവാ തമോ ഗർത്തം. എന്തിനേയും വലിച്ചെടുക്കാനുള്ള ഗുരുത്വാകർഷണ ബലം അതിനുണ്ട്. വെളിച്ചത്തെ പോലും വിഴുങ്ങുന്ന തമോ ഗർത്തം വളരെ ശക്തിയുള്ളതാണ്. മാസ്, ടൈം, സ്പേസ് എന്നിവയെ ഏത് വിധത്തിലാണ് വേഗത സ്വാധീനിക്കുന്നത് എന്ന് വിശദമാക്കുന്നതാണ് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം. ഊർജവും ദ്രവ്യവും തമ്മിൽ
തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്നതിനൊപ്പം പ്രകാശവേഗത്തെക്കുറിച്ചും ഈ സിദ്ധാന്തത്തിൽ വ്യക്തമാക്കുന്നു. സമവാക്യമായ E=mc² എന്നതിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ മല്ലറ്റ് ടൈം ട്രാവൽ സമവാക്യത്തിൽ എത്തിച്ചേരുകയായിരുന്നു. ഗുരുത്വാകർഷണത്തെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ പ്രകാശകിരണമാണ് മല്ലറ്റിന്റെ കണ്ടെത്തൽ പ്രകാരം ടൈം മെഷീന് ആവശ്യമായിട്ടുള്ളത്. ഒപ്പം ലേസറുകളുടെ ഒരു വളയം ഉപയോഗിച്ച് സ്പേസ് ടൈമിനെ അനുകരിച്ച് അവിടെ തമോഗർത്തം സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്താൽ അത് ടൈം മെഷീൻ ആകുമെന്നാണ് മല്ലറ്റ് പറയുന്നത്. ഇതുപോലെ തന്നെ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്സ് ടൈം ട്രാവലർമാർക്കായി നടത്തിയ ഒരു പാർട്ടിയുണ്ട്. 2009 ഹോക്കിങ്സ് അധികം ആരെയും അറിയിക്കാതെ ഒരു പാർട്ടി നടത്തിയത്. പാർട്ടിക്ക് ശേഷം ഇങ്ങനെ ഒരു വിരുന്ന് സംഘടിപ്പിക്കുന്നു എന്ന് കാട്ടി പരസ്യം നൽകി. ഭൂതകാലത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെങ്കിൽ ഭാവിയിലെ ഈ പരസ്യം കണ്ട് ചിലരെങ്കിലും പാർട്ടിയിൽ പങ്കെടുക്കാൻ ഭൂതകാലത്തേക്ക് സഞ്ചരിച്ച് എത്തിയേനെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലോജിക്ക്. ആരും എത്തിയില്ല എന്ന് മാത്രമല്ല, അതിനാൽ തന്നെ ടൈം ട്രാവൽ സാധ്യമായാൽ തന്നെ ഭാവിയിലേക്ക് മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. റോബോട്ടുകൾ, വിമാനം തുടങ്ങി മനുഷ്യൻ പിന്നീട് നിർമ്മിച്ച പലതും അതിന് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഭാവിയിൽ കണ്ടിട്ടുണ്ടെന്ന്, അതുപോലെ ടൈം ട്രാവലും എന്തെങ്കിലും സാധ്യമായേക്കാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒട്ടേറെ കണ്ടെത്തലുകൾ ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂതകാലത്തേക്കും ഭാവിയിലേക്കും ഒന്ന് പോയി നോക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും കമന്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.